ജോലിസ്ഥലങ്ങളിൽ ചെന്ന് സ്ത്രീകളുടെ പുറകിൽ വന്ന് തൊട്ടും തോണ്ടിയുമൊക്കെ നിന്നാൽ ഇനി അഴിയണം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതു പ്രവൃത്തിയും ലൈംഗിക അതിക്രമമായി തന്നെ കണക്കാക്കുമെന്നൊരു സുപ്രധാന വിധി പുറത്തിറക്കിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. HCL ടെക്നോളജീസിലെ 3 വനിതാ ജീവനക്കാർ മേലുദ്യോഗസ്ഥർക്കെതിരെ സമർപ്പിച്ച പരാതി ലൈംഗിക പീഡനം അല്ല എന്ന ലേബർ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള നിരീക്ഷണം. ഇത്തരം വിഷയങ്ങളിൽ ആരോപണ വിധേയരുടെ ഉദ്ദേശം പരിഗണിക്കേണ്ടതില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് RN മഞ്ജുള പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. തൊഴിലിടത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതൊരു പെരുമാറ്റവും ഉപദ്രവിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം പരിഗണിക്കാതെ തന്നെ ലൈംഗിക പീഡനമെന്ന US കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് RN മഞ്ജുള ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതെങ്കിലും രീതിയിലുള്ള വാക്കോ പെരുമാറ്റമോ അനിശ്ചിതമായാണ് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നായിരുന്നു ഈ സുപ്രധാന വിധിയിലൂടെ പുറത്തിറക്കിയത്. കുറ്റവാളി തന്റെ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു എന്നതല്ല ഇവിടെ മാന്യത, മറിച്ച് ഇയാളുടെ പ്രവർത്തനം സ്ത്രീകൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിലാണ് കാര്യമെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ന്യായബോധത്തിന്റെ മാനദണ്ഡം സ്ത്രീകൾക്ക് ഈ അക്രമം എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിലാണെന്നും നേരെ മറിച്ചല്ല എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സ്ത്രീകൾ പരാതി ഉന്നയിച്ചതോടെ കമ്പനി മേലുദ്യോഗസ്ഥനെ പുറത്താക്കിയിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ ഇയാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നായിരുന്നു സ്ത്രീകൾ പരാതി നൽകിയത്. ജോലി സമയത്ത് ഇയാൾ പുറകിൽ വന്ന് നിൽക്കുമായിരുന്നു. കൂടാതെ സ്ഥിരമായി ഹസ്തദാനം ചെയ്യാൻ നിർബന്ധിക്കുകയും തോളിൽ തൊടുമെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ താൻ ഇവരുടെ ജോലികൾ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു കുറ്റാരോപിതന്റെ വാദവും. അതേസമയം നമുക്കറിയാം, മുൻപും സുപ്രധാനമായ പല വിധികളും മദ്രാസ് കോടതി പുറത്തിറക്കിയിരുന്നു. വിവാഹമോചനത്തിനായി പങ്കാളിയുടെ കോൾ റെക്കോർഡ് എടുക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നായിരുന്നു മദ്രാസ് കോടതിയുടെ നിരീക്ഷണം. വിവാഹമോചനത്തിനായി പങ്കാളിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കോൾ ഹിസ്റ്ററിയും മറ്റും എടുത്തുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്താറുണ്ട്. എന്നാൽ അത്തരത്തിൽ പങ്കാളിയുടെ സ്വകാര്യതയ്ക്ക് മേൽ കടന്നുകയറിയുള്ള തെളിവ് ശേഖരണം മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. വിവാഹമോചനത്തിന് ഭാര്യയുടെ കോൾ ഹിസ്റ്ററി തെളിവായി ഹാജരാക്കിയ ഭർത്താവിനോടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. പങ്കാളിയുടെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് GR സ്വാമിനാഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പങ്കാളിയുടെ സ്വകാര്യതയിൽ കടന്നുകയറി ശേഖരിച്ച തെളിവുകൾ സ്വീകാര്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഒരാൾ തന്റെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിൽ ഒളിഞ്ഞു നോക്കുന്നതോ അനാവശ്യമായി ഇടപെടുന്നതോ നിയമത്തിന് പ്രോത്സാഹിപ്പിക്കാൻ ആകില്ലെന്നും ഭാര്യയുടെ ക്രൂരത, പരപുരുഷ ബന്ധം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയത്. ഭാര്യയുടെ കോൾ ഹിസ്റ്ററി ഭർത്താവ് ശേഖരിച്ചത് ഭാര്യയുടെ സ്വകാര്യതയുടെ ലംഘനം എന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ദാമ്പത്തിക ബന്ധത്തിലെ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ ആധികാരിക മാർഗങ്ങളിലൂടെയാണ് അത് തെളിയിക്കേണ്ടതെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ദാമ്പത്തിക ബന്ധത്തിൽ പങ്കാളിയെ ഒളിഞ്ഞു നോക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനോ അനുവദിക്കാനോ കഴിയില്ലെന്നും മൗലികാവകാശത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യതയും ഉൾപ്പെടുന്നുവെന്നും ഈ അവകാശം ലംഘിച്ചുള്ള തെളിവുകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത്. വിശ്വാസമാണ് ദാമ്പത്തിക ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞ കോടതി പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം ഉണ്ടാകണമെന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് അവരുടേതായ സ്വയംഭരണാവകാശമുണ്ടെന്നും തങ്ങളുടെ സ്വീകാര്യത ഇടം കൈകേറിട്ടില്ല എന്നുറപ്പുവരുത്താൻ അവർക്ക് അവകാശമുണ്ട് എന്നുമായിരുന്നു കോടതി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.